ഞാൻ ഇന്ന് പോകുന്നത് ഒരു കല്യാണത്തിനാണ് കേട്ടോ. എൻ്റെ ടീംമേറ്റ് അച്യുതയുടെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ റിസപ്ഷനാണ് പോകുന്നത്. കല്യാണം നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അത് വളരെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് നമ്മൾ ടീമിലെല്ലാവരും തലേ ദിവസത്തെ റിസപ്ഷന് പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്തുള്ള ഒരു കല്യാണത്തിന് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ ലൊക്കേഷനിലേക്ക്. അപ്പോൾ ദാ വരുന്നതാണ് നമ്മുടെ ചെറുക്കൻ, അതിൻ്റെ പുറകെ വരുന്നതാണ് നമ്മുടെ മണവാട്ടി കേട്ടോ. ഇവിടെയൊക്കെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടിലത്തെ ഫംഗ്ഷൻ ഒന്നിച്ചൊരൊറ്റ ഹാളിലാണ് നടത്തുക. അതുകൊണ്ട് തന്നെ ചെറുക്കനും പെണ്ണും ഉണ്ടാവുന്നതാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. നമ്മൾ അരമണിക്കൂർ മുന്നേ പുറപ്പെട്ടതുകൊണ്ട് നമ്മൾ വളരെ നേരത്തെ അവിടെ എത്തിയിരുന്നു. അപ്പോൾ അവരും അവരുടെ കുറച്ച് ബന്ധുക്കളും പിന്നെ നമ്മളും മാത്രമാട്ടോ അപ്പോൾ ഹാളിലുണ്ടായിരുന്നത്. ഇതേ അവർ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചെറുക്കനും പെണ്ണും കൂടെ സ്റ്റേജിലേക്ക് പോയി അവർ വേണ്ടപ്പെട്ട ബന്ധുക്കളിലെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ കൂട്ടത്തിൽ നമ്മളും ഫോട്ടോ എടുത്തു. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ക്യൂ ആയിരിക്കും ഇത്ര കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നേരം അവിടെ കത്തിയടിച്ച് നിന്ന ശേഷം നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കടന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. 1 by 1 ആയിട്ടാണ് അവർ സെർവ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ക്യാരറ്റ് ഹൽവയും പിന്നെ ഈ ഹോളിക്ക എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് നെയ്യ് കൂട്ടിയിട്ടാട്ടോ നമ്മൾ കഴിച്ചത്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ദോശ വന്നു, പിന്നെ ഫ്ലേവർഡ് റൈസ് വന്നു, പിന്നെ സാധാ റൈസും കേർഡ് റൈസൊക്കെ വന്നു. അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല. ഡെസേർട്ടായിട്ട് ഐസ്ക്രീമും ഫ്രൂട്ട് ബോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ ഒരു സിസ്റ്റമാണ് റിട്ടേൺ ഗിഫ്റ്റ്. അപ്പോൾ അതിലൊരു കോക്കനട്ടും വെറ്റിലയും പാക്കും ഒക്കെയാണ് നമുക്ക് റിട്ടേൺ ഗിഫ്റ്റായി തന്നത്. അങ്ങനെ ഞങ്ങൾ രാത്രി 11 മണിയായപ്പോൾ വീട്ടിലെത്തി.